നിത്യമാം പ്രകൃതിയെ നയിക്കും വെളിച്ചമേ, നീയും മനുഷ്യനും ഒന്നു ചേരും, ഒരു നാൾ ഒന്നു ചേരും. ഈ യുഗം കലിയുഗം എന്നുള്ള പാട്ട് അവസാനിക്കുന്ന അങ്ങനെയാണ്. ഈ പ്രകൃതിയെ നിത്യമായി നയിക്കുന്ന ഒരു വെളിച്ചമുണ്ട്, അത് നിത്യ വെളിച്ചവുമാണ്. ആ നിത്യ വെളിച്ചത്തിൽ ഈ മനുഷ്യൻ ഒന്നു ചേരും, ഒരു നാൾ ഒന്നു ചേരണം. അത് പ്രകൃതിയുടെ നിയമമാണ്. കാരണം മനുഷ്യൻ എവിടെ നിന്ന് പുറപ്പെട്ടുവോ ആ പുറപ്പെട്ടിടത്തേക്ക് തിരിച്ചു ചെല്ലണ്ടേ. ജീവിതം ഒരു യാത്രയെന്ന് പറയുമ്പോൾ യാത്രയ്ക്കൊരു തുടക്കമുണ്ട്, യാത്രയ്ക്കൊരു ഒടുക്കമുണ്ട്. അപ്പോൾ യാത്ര തുടങ്ങിയിടത്തേക്ക് ഉള്ള ഒരു തിരിച്ചു ചെല്ലലാണ് ജീവിതയാത്രയുടെ പ്രത്യേകത. ആ തുടക്കം എന്ന് പറയുന്നത് ആ നിത്യതയിൽ നിന്ന് ആരംഭിച്ചതാണ്. ആ നിത്യതയിലേക്ക് മനുഷ്യൻ മടങ്ങി ചെല്ലണം. അതുകൊണ്ടാണ് നിത്യശാന്തി നേരുന്നു എന്ന് ജാതി മതവ്യത്യാസമില്ലാതെ എല്ലാവരും നമ്മൾ വേർപെട്ടു പോയവരെ കുറിച്ച് പറയുന്നത്. ആത്മാവിന് നിത്യശാന്തി നേരുന്നു. കാരണം ആത്മാവ് ഒന്നുകിൽ നിത്യമായി ശാന്തിയിലായിരിക്കും, അല്ലെങ്കിൽ നിത്യമായി അശാന്തിയിലായിരിക്കും. ആത്മാവ് നിത്യമായി ശാന്തിയിലായിരിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഈ ജീവിതയാത്രയിൽ ഈ ആത്മാവിനെ വഹിക്കുന്ന ശരീരമാണ്. ഈ ആത്മാവിനെ വഹിക്കുന്ന ശരീരത്തിന് അപ്രകാരം ഒരു ആത്മാവിന് നിത്യശാന്തി ലഭിക്കത്തക്ക രീതിയിൽ ജീവിക്കാനായാൽ അത് അവനവൻ തന്നെ അവൻ്റെ വിധിയെ നിർണ്ണയിക്കുന്നതിന് തുല്യമായിരിക്കും. ആ വിധി അവനവൻ തന്നെ ശാന്തിയിലേക്ക് ഉള്ള ഒരു യാത്രയായി കണക്കാക്കി ജീവിക്കുമ്പോഴാണ് ജീവിതത്തിൽ സ്വസ്ഥതയും സന്തോഷവും സമാധാനവും അവനവനുണ്ടാകുന്നതും അതുവഴിയായിട്ട് മറ്റുള്ളവർക്കുണ്ടാകുന്നത്. മനുഷ്യൻ്റെ ഈ ജീവിതയാത്രയിലെ പ്രശ്നം എന്ന് പറയുന്നത് ആ നിത്യതയെ ഓർക്കാതെ ജീവിക്കുന്നു എന്നുള്ളതാണ്. കാരണം നിത്യതയെ ഓർക്കാതെ ജീവിക്കുമ്പോഴാണ് കിട്ടും വകയിൽ തൃപ്തിയാകാതെ കിട്ടാത്തതിനായി കൈനീട്ടിക്കൊണ്ടിരിക്കുന്നത്. കമറ പുരുഷോത്തമൻ്റെ ഈശ്വരചിന്ത അതൊന്നേ ഉള്ളൂ എന്നുള്ളൊരു ആ ഗാനത്തിൽപ്പെട്ടതാണ്. അവസാനത്തെ വരികയാണ് അതും. അപ്പോൾ കർമ്മം ചെയ്യുകയാണ് നമ്മുടെ ലക്ഷ്യം. കർമ്മഫലം തരുന്നത് ആ നിത്യ വെളിച്ചമായ ദൈവം തന്നെയാണ്. അപ്പോൾ മനുഷ്യന് ഒരിക്കലും ഒന്നിലും ഒരു തൃപ്തി വരാത്തവണ്ണം മനുഷ്യൻ ജീവിക്കുകയാണ്. കിട്ടുന്നതിലല്ല തൃപ്തി, കിട്ടാത്തതിനെ കുറിച്ചുള്ള ആ ഒരു ആശങ്കയോ അസ്വസ്ഥതയോ അല്ലെങ്കിൽ കിട്ടാത്തതിനെ കുറിച്ചുള്ള ദുഃഖമോ ഒക്കെയാണ്. നമുക്ക് ഉള്ളവ കൊണ്ട് തൃപ്തിയോടെ ജീവിക്കാൻ സാധിച്ചാൽ ഒരിക്കൽ പോലും നമുക്ക് ഒരു നിരാശയുടെ പ്രശ്നം വരുന്നില്ല. നിരാശ വരുന്നിടത്താണ്, അല്ലെങ്കിൽ മോഹഭംഗം വരുന്നിടത്താണ് നമുക്ക് പിന്നെ ദുഃഖമോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ജനറേഷനിൽ വാക്ക് ഉപയോഗിക്കുന്ന ഡിപ്രഷനോ ഒക്കെ വരുന്നത്. മോഹം അതിൻ്റെ പരിധിയിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മോഹം ജീവിതത്തിന് ആവശ്യമാണ്. കാരണം മോഹം എന്നുള്ളതാണ് ആശ, ആശ എന്നുള്ളതാണ് പ്രത്യാശ, പ്രത്യാശയാണ് മുന്നോട്ട് നയിക്കുന്നത്. അതൊക്കെ ശരിയാണ്. പക്ഷേ അതിൻ്റേതായിട്ടുള്ള പരിധിയും പരിമിതിയും ഉണ്ട് എന്നും അവനവന് ഉള്ളതിനേക്കാൾ കൂടുതൽ അവരനുള്ളതിനെക്കുറിച്ചുള്ള ഒരു അസ്വസ്ഥത മനസ്സിൽ വരുന്നത് തെറ്റാണെന്നും അവനവന് ഉള്ളതിൽ സന്തോഷിക്കാതെ അവനില്ലാത്തതിനെക്കുറിച്ചുള്ള വിഷമത്തിൽ ജീവിക്കുന്നതും തെറ്റാണെന്നും ഈ രണ്ട് തെറ്റുകൾ ജീവിതത്തിൽ തിരിച്ചറിഞ്ഞ് ജീവിതത്തെ മുന്നോട്ട് പോകാനായാൽ നമുക്ക് ആ ഒരു നാൾ നിത്യതയിൽ ശാന്തിയിൽ ലയിക്കാൻ സാധിക്കും എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാവട്ടെ. അങ്ങനെ വരുമ്പോൾ ജീവിതം തന്നെ നമുക്കൊരു ലഹരിയായിട്ട് ആഘോഷിക്കാൻ പറ്റും. കാരണം ആ നിത്യതയെ നോക്കിയുള്ള ജീവിതം, ആ ശാന്തിയെ നോക്കിയുള്ള യാത്ര, ആ യാത്ര ലഹരിയായി മാറുമ്പോൾ നമുക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാവും. നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്നവർക്ക് നമ്മളെ പ്രതിയും സമാധാനം ഉണ്ടാവും. നമ്മൾ അസ്വസ്ഥമാകുമ്പോൾ നമ്മൾ ഒരു കാര്യം തിരിച്ചറിയണം, നമ്മൾ മുഖാന്തരം മറ്റുള്ളവയും അസ്വസ്ഥമാകുന്നുണ്ട്. അങ്ങനെ അവർക്ക് അസ്വസ്ഥത കൊടുക്കാനല്ല എൻ്റെ യാത്ര, അവർക്ക് ശാന്തി കൊടുക്കാനാണ് എൻ്റെ യാത്ര എന്നുള്ള തിരിച്ചറിവോടുകൂടി സന്തോഷത്തോടെ സമാധാനത്തോടെ സംതൃപ്തിയോടെ ജീവിക്കാൻ നമുക്കാവട്ടെ. അങ്ങനെ നമ്മൾ സമാധാനത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് സമാധാനത്തിൽ വിശ്രമിക്കാനും സാധിക്കും. വെൻ യു ലിവ് ഇൻ പീസ് യു ക്യാൻ അൾട്ടിമേറ്റ്ലി റെസ്റ്റ് ഇൻ പീസ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു.